ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോർത്ത് സെമ്മിലെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പെട്ടെന്ന് നോക്കാം. അപ്പം ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസിലെ യൂണിറ്റ് 1, ദ ഡൗൺ ഓഫ് എക്കണോമിക് തോട്ട്. ദ ഡൗൺ ഓഫ് എക്കണോമിക് തോട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദ ഡൗൺ ഓഫ് എക്കണോമിക് തോട്ട് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ചാപ്റ്റർ ഉൽപാദനം, വിനിമയം, തൊഴിൽ, സമ്പത്ത് എന്നിവയെ ആദ്യമായി ഭൗതികമായി ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെ എന്നതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മളെ ചാപ്റ്റർ പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതിൽ കാര്യമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇത് നമ്മളോട് പറയുന്നത് സാമ്പത്തിക ചിന്തയുടെ തുടക്കമാണ്. എക്കണോമിക്സിൻ്റെ എക്കണോമിക് തോട്ടിൻ്റെ തുടക്കം. അതിന് കാരണമുണ്ട് അല്ലേ? എക്കണോമി വളരണം എന്നുണ്ടെങ്കിൽ ചിന്തിക്കണം അല്ലേ? അപ്പോൾ എന്താന്ന് വെച്ചാൽ അതിൻ്റെ പഠന കാരണങ്ങൾ, എക്കണോമിക് തോട്ടിൻ്റെ പഠന കാരണങ്ങൾ. അപ്പോൾ അതിലെന്താ പറയുന്നത്, അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കണം, എക്കണോമിക്സിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആധുനിക നയങ്ങൾ രൂപപ്പെടുത്തണം. അതുപോലെ തന്നെ വളർച്ച, പരിണാമം, ഇതൊക്കെ വിമർശനാത്മക വിലയിരുത്തൽ വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്കണോമിക്സിനെ കുറിച്ചിട്ട്, എക്കണോമിക് ചിന്തകളെ കുറിച്ചിട്ട് പഠിച്ചത്. പിന്നെ അതിൽ മനുഷ്യൻ്റെ സാമ്പത്തിക ആശയങ്ങളുടെ ശേഖരണം പറയുന്നുണ്ട്. അതുപോലെ ഉദാഹരണത്തിന് പറയുന്നത് ആഡം സ്മിത്തിൻ്റെ അദൃശ്യ കൈ, ഇൻവിസിബിൾ ഹാൻഡ്. ഇൻവിസിബിൾ ഹാൻഡ് എന്താ? അതായത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെന്ത് ചെയ്യും, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ അത് സമൂഹത്തിനും കൂടി ഉപകാരപ്രദമാവും. അതാണ് ഈ അദൃശ്യ ഹാൻഡ്, ഇൻവിസിബിൾ ഹാൻഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, സാമ്പത്തിക ചിന്തയുടെ തുടക്കം ഹീബ്രു ചിന്ത, അതുപോലെ തന്നെ ഗ്രീക്ക് ചിന്ത, അതുപോലെ തന്നെ നമ്മളെ മധ്യകാല ചിന്ത, ഇതിൽ തോമസ് അക്വിനാസ്. അപ്പോൾ ഇതിൽ പറയുന്ന ഹീബ്രു ചിന്ത പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഹീബ്രു ചിന്ത പറയുന്നത് ജൂബിലി വർഷം, അതായത് അവരുടെ ജൂബിലി വർഷം എന്ന് പറഞ്ഞിട്ട് അവരുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. കൃഷി കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ, പലിശ നിരോധനം, അതുപോലെ തന്നെ ന്യായവില, അതുപോലെ തന്നെ 7 വർഷ കടമോചനം, സാപത്ത്. ഇതിനൊക്കെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്, ഹീബ്രു ചിന്ത. ഹീബ്രു അല്ലേ, സാപത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആചാരമാണ്. അപ്പോൾ ഇവരെ എക്കണോമിക് പോളിസി എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇത് പഴയകാല നിയമത്തിലാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അവർക്ക് പഴയകാല നിയമമുണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഗ്രീക്ക് ചിന്തയിൽ പറയുന്ന 2 ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് എക്കണോമിക് ചിന്ത, എക്കണോമിക് ചിന്തയുടെ തുടക്കം, അതിൻ്റെ പഠന കാരണങ്ങൾ ആദ്യം പറഞ്ഞു. തുടക്കം എവിടെയെന്ന് ഹീബ്രു ചിന്തയെന്നും ഗ്രീക്കെന്നും, അതുപോലെ തന്നെ എവിടെ നിന്നാണ്, മധ്യകാല ചിന്തയിൽ നിന്നുമാണ് എന്ന് പറഞ്ഞു. ഇതിൽ ആദ്യം നമ്മൾ പിന്നെ ഹീബ്രു പറഞ്ഞു, അവരുടെ രീതികൾ പറഞ്ഞു. നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കാൻ. അവരുടെ ജൂബിലി വർഷം, കൃഷി കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ, പലിശ നിരോധനം, അവർക്ക് പലിശ താല്പര്യമില്ലായിരുന്നു, ന്യായവില ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7 വർഷ കടമോചനം വേണം, സാപത്ത്. ഓക്കെ, അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഗ്രീക്ക് ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലാറ്റോ ഉണ്ട്, അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലും ഉണ്ട്. ഈ പ്ലാറ്റോ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പ്ലാറ്റോ പറയുന്നത് തൊഴിൽ വിഭജനം, അതുപോലെ തന്നെ പലിശ നിരോധനം, ഭരണവർഗത്തിന് പൊതുസ്വത്ത്, എന്താ വെച്ചാൽ കമ്മ്യൂണിസം. പ്ലാറ്റോ കമ്മ്യൂണിസമായിട്ടായിരുന്നു. നമുക്ക് ഈ സ്വകാര്യ സ്വത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തൊഴിൽ വിഭജനം, ഓരോരുത്തർക്കും ഓരോ തൊഴിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ആൾക്കാർക്ക് ഒരു തൊഴിലിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പലിശ നിരോധനം ഉണ്ടാവണം. അതുപോലെ തന്നെ സ്വർണ്ണം വെള്ളി ഒന്നും പാടില്ല. പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം, സ്വകാര്യ സ്വത്ത് ഉണ്ടാവണം, സ്വകാര്യ സ്വത്തിനെ പിന്തുണച്ചു. അതുപോലെ തന്നെ പണത്തിൻ്റെ ധർമ്മങ്ങൾ, പലിശ, ഇവര് ചെറിയ വ്യത്യാസമുണ്ട്. അരിസ്റ്റോട്ടിൽ സ്വകാര്യ സ്വത്തിനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു അരിസ്റ്റോട്ടിൽ, പക്ഷേ പ്ലാറ്റോ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ
ഇതിൻ്റെ പരിഷ്കരണമായിട്ടാണ് ഈ മധ്യകാല ചിന്ത. മധ്യകാല ചിന്തയിൽ തോമസ് അക്വിനാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ഗ്രീക്ക് സമന്വയമാണ്. ഈ തോമസ് അക്വിനാസിൻ്റെ എന്താന്ന് വെച്ചാൽ അരിസ്റ്റോട്ടലിൻ്റെ പല ആശയങ്ങളും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ന്യായവില, അതുപോലെ തന്നെ പലിശ നിരോധനം, സ്വകാര്യ സ്വത്ത് പിന്തുണ, വ്യാപാരം അത്യാവശ്യ തിന്മ, നെസറി ഈവിൾ എന്നാണ് വ്യാപാരത്തിന് അദ്ദേഹം പറഞ്ഞത്, തൊഴിൽ വിഭജനം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ സെറ്റാണ്, ഇത് മതി. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഇനി ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ അതെന്താ വെച്ചാൽ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും, അല്ല ഒരു ലെവലിലുള്ള ആൻസേഴ്സ് തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടും വേണം നിങ്ങൾക്കൊരു പരിചയം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇത് അതന്നെയാണോ അതന്നെയാണോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻസ് അറിയുന്നത് തന്നെ ആയിരിക്കും. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം ഈസി തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ നോക്കാം. അപ്പോൾ പറയുന്നത്, സാമ്പത്തിക ചിന്ത എന്നത് മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വികസിപ്പിച്ച ആശയങ്ങളുടെ ശേഖരമാണ്. അപ്പോൾ എന്താണ് സാമ്പത്തിക ചിന്ത? സാമ്പത്തിക ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വികസിപ്പിച്ച ആശയങ്ങളുടെ ശേഖരമാണ് എന്ത് സാമ്പത്തിക ചിന്ത. ഓക്കെ, ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാനും ആധുനിക നയങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. അപ്പോൾ സാമ്പത്തിക ചിന്ത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സാമ്പത്തിക ചിന്തയുടെ പഠന കാരണങ്ങൾ. സാമ്പത്തിക ചിന്ത എന്തിനാ വെറുതെ പഠിക്കുക അല്ല, അതിന് കുറച്ച് പഠന കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താ? അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കൽ. ഒന്ന്, അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കൽ. രണ്ടാമത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആധുനിക നയങ്ങൾ രൂപപ്പെടുത്തൽ. ആധുനിക നയങ്ങളൊക്കെ വേണ്ടേ? പഴയ ആശയങ്ങൾ തന്നെ കൊണ്ടുവന്നാൽ മതിയോ? ഇല്ല, ആധുനിക നയങ്ങൾ രൂപപ്പെടുത്തണം. പിന്നെ വളർച്ചയും പരിണാമവും, ഇതിൻ്റെ വളർച്ച എങ്ങനെയാണ് വളർന്നു, മറ്റേത് അതെങ്ങനെ വികസിച്ചു എന്നൊക്കെ മനസ്സിലാക്കാം. നാലാമത്തത് വിമർശനാത്മക വിലയിരുത്തൽ. നമുക്ക് അതുപോലെ ഇനി മറ്റേതായിരുന്നു നന്നായിരുന്നത്, അല്ല ഇതാണ് നല്ലത്, അത് മോശമാണ് എന്നൊക്കെ വിമർശനാത്മകമായി വിലയിരുത്താൻ പറ്റും. പുതിയ ആശയങ്ങൾക്ക് പ്രചോദനമാകും. ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക ചിന്ത പഠിക്കണം എന്നുള്ള വരുന്നത്. പിന്നീട് പറഞ്ഞ ഹീബ്രു സാമ്പത്തിക ചിന്തയാണ്. ഹീബ്രു സാമ്പത്തിക ചിന്ത, അവരുടെ സാമ്പത്തിക ചിന്ത എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഹീബ്രു അവര് ജൂബിലി വർഷം, അതായത് ലെവ്യ പുസ്തകം 25, എന്താണ് ഈ ജൂബിലി വർഷം എന്ന് പറഞ്ഞാൽ 50-ാം വർഷം ഒരാളെടുത്തുനിന്ന് ഒരു ഭൂമി വാങ്ങി, അയാൾ 50-ാം വർഷം അത് തിരികെ കൊടുക്കണം. വാങ്ങിയ ആൾക്ക് തിരികെ കൊടുക്കണം എന്നുള്ളതാണ് ഈ ജൂബിലി വർഷം പറയുന്നത്. പലിശ നിരോധനം, മൊസൈക്ക് നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു എന്നും അവർ പലിശ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ന്യായവില ഉണ്ടാവണം. വ്യാപാരം നീതി ഉറപ്പാക്കാൻ ശരിയായ തൂക്കവും അളവും ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 7-ാം വർഷം എന്താണ്? എല്ലാ കടങ്ങളും വീട്ടി സബാത്ത് എന്ന് പറഞ്ഞാൽ സബാത്ത് എന്നൊക്കെ പറയും. വിശ്രമ ദിനമാണ്. അന്ന് മൊബൈലോ പുസ്തകമോ ഒന്നും എടുക്കാൻ പറ്റില്ല അവർക്ക്. ഇപ്പോഴും അവർ ആചരിക്കലുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു വ്ളോഗ് കണ്ടപ്പോൾ ആ വ്ളോഗിലുണ്ട് സബാത്ത് ആചരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കണ്ടുപോയി. സബാത്തിലെ അവരെന്താണ്, അവർ പിന്നെ അന്ന് ആരോടും അധികം സംസാരിക്കില്ല. അത് പിന്നെ അവരുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഇതൊന്നും അവർക്ക് ലൈറ്റ് ഉള്ള TV അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അവർ ആചരിക്കുന്നത് ഇസ്രായേലിലൊക്കെ ഇസ്രായേലിലാണ് ഹീബ്രു അവരുടെ ഭാഷയല്ലേ ഹീബ്രു. അവരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഹീബ്രു സാമ്പത്തിക ചിന്തകൾ ഇതിലെ നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് നന്നാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഗ്രീക്ക് സാമ്പത്തിക ചിന്ത ആരാ? പ്ലാറ്റോ. ഗ്രീക്ക് സാമ്പത്തിക ചിന്ത പറയുന്നത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. ഈ പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക്കാണ് പ്ലാറ്റോൻ്റെ പ്രധാന രചന. അതുപോലെ തന്നെ അയാളുടെ ബുക്കാണ് ധാർമ്മികത, അതുപോലെ തന്നെ രാഷ്ട്രീയം. ഇത് രണ്ടും കൂടി കൂട്ടിയതായിരുന്നു ഇവരുടെ സാമ്പത്തിക ചിന്ത. സമൂഹം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സമൂഹം എന്തിനാ രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ സമൂഹം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രൂപപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രധാന ആശയങ്ങൾ തൊഴിൽ വിഭജനം. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ് തൊഴിൽ വിഭജനം. തൊഴിൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും ഒരു തൊഴിൽ പാടില്ല. ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും ഒരു തൊഴിലിൽ വിദഗ്ധനാവണം എന്നുള്ളതാണ്. പൊതുസ്വത്ത്, കമ്മ്യൂണിസം, അതായത് എന്താണ്, ഭരണവർഗത്തിന് സ്വകാര്യ സ്വത്ത് ഉണ്ടാകരുത്. ഭരണവർഗത്തിന് ആർക്കും
അവർക്ക് സ്വകാര്യ സ്വത്ത് ഉണ്ടാവരുത്, എല്ലാം